ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ. ആൽഫയും നീയേ, ഒമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. എല്ലാവരും ചേർന്ന് അങ്ങേ ഞാൻ ആരാധിക്കും. ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ. ഇരു കരങ്ങളും നന്നായി ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന സ്തുതിഗീതകൾ, ആരാധന സ്തുതിഗീതകൾ കർത്താവിനായി നമുക്ക് അർപ്പിക്കാം. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്നും അനവരതം ആരാധന സ്തുതിഗീതകൾ അർപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ വിളിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുന്നു. ആൽഫയും ഒമേഗയുമായ കർത്താവേ, അനന്തമായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കട്ടെ, അനവരതം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സകല ജനങ്ങളോടും ചേർന്ന്, സർവ്വചരാചരങ്ങളോടും ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന് ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിക്കൊണ്ട് ഒന്ന് ചേർന്ന് ആരാധിച്ച് കർത്താവിനെ വിളിച്ചാരാധിച്ച് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ദിവ്യ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് സമ്പൂർണമായും സമർപ്പിച്ച് അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്ന കർത്താവീശമിശിഹായുടെ തിരുസാന്നിധ്യം ആവോളം അനുഭവിച്ചുകൊണ്ട് ദൈവവചനം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവ് വെച്ച് തരികയാണ്. ഇന്ന് പ്രധാനമായിട്ടും ഈശോ നമുക്ക് നൽകുന്ന വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായം 1 തിരുവചനമാണ്. അതിപ്രകാരമാണ്:
വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും, മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി അശം വായിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണിത്. വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും, മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് യേശു മിശിഹ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ ദൈവവചനം തന്ന് അനുഗ്രഹിക്കുന്നതെന്നോ? എന്തുമാത്രം ജീവിതങ്ങളാണ് ഇതുപോലെ മരുഭൂമി പോലെ, വരണ്ട പ്രദേശങ്ങൾ പോലെ, വറ്റി വരണ്ട് ഉണങ്ങിപ്പോയതുപോലെയുള്ള ജീവിതങ്ങൾ. അങ്ങനെയുള്ള ജീവിതങ്ങളെയൊക്കെ, മരുഭൂമി പോലെയുള്ള ജീവിതങ്ങളെയൊക്കെ ഉറവകളുള്ള പ്രദേശങ്ങളാക്കി തീർക്കുവാൻ കർത്താവ് യേശു മിശിഹ തിരുമനസ്സാകും. അതിനെന്താ നമ്മൾ വേണ്ടത്? നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം വന്നു നിറയണം. അങ്ങനെ ദൈവ സാന്നിധ്യം വന്നു നിറയുമ്പോൾ ഊഷരമായി കിടക്കുന്ന ജീവിതങ്ങളും ഹൃദയങ്ങളും ഒക്കെ ഉറവയുള്ള നല്ല നിലങ്ങളായി രൂപപ്പെടുക തന്നെ ചെയ്യും. അതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും, മരുഭൂമി ആനന്ദിക്കുകയും ചെയ്യും. ഒന്നാമതായിട്ട് ഒത്തിരിയേറെ ആളുകൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുന്നുണ്ട്, എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്കൊരു കഴിവുമില്ല, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു സിദ്ധികളുമില്ല, ഞാൻ എല്ലാവരുടെയും പുറകിലാണ്, എല്ലാവരാലും തഴയപ്പെട്ടവനാണ് എന്നൊക്കെ ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കും. അങ്ങനെയുള്ള ജീവിതങ്ങൾ പ്രിയപ്പെട്ടവരെ മരുഭൂമി പോലെയുള്ള ജീവിതമാണ്, വിജനദേശമാണ്, വരണ്ടുണങ്ങിയ ജീവിതമാണ്. അങ്ങനെയുള്ളവരോടാണ് കർത്താവ് യേശു മിശിഹ ഇന്ന് പറയുന്നത്, മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യുമെന്ന്. ഒന്നുമില്ലല്ലോ, ഒന്നുമല്ലല്ലോ, ഒരു കഴിവുമില്ലല്ലോ, ഒരു ബുദ്ധിയുമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും ദിവ്യകാരുണ്യമായ കർത്താവ് വന്ന് നിറയുമ്പോൾ, തിരുവചനം വന്ന് നിറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഉറവയുള്ള പുഷ്പങ്ങൾ വിരിയുന്ന നല്ല ദേശങ്ങളായിത്തീരും. അതുകൊണ്ടാണ് ആ 35-ാം അധ്യായം 2-ാം വചനത്തിൽ അതെങ്ങനെയായിത്തീരുമെന്ന് പറഞ്ഞു തരുന്നത്. കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സങ്കടത്തിൻ്റെയും നിരാശയുടെയും വറ്റിവരണ്ട അവസ്ഥകൾ മാറിപ്പോയി നമ്മൾ ഓരോരുത്തരും പാടി ഉല്ലസിക്കുന്നവരായിത്തീരും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി കർത്താവ് നമ്മളോട് പറയുന്നത്, ഭൗതികമായ അവസ്ഥകൾക്ക് എന്തെന്നില്ലാത്ത മാറ്റം സംഭവിക്കുമെന്ന്. അനേകം വീടുകളിൽ ഇന്ന് നമുക്കറിയാം വല്ലാതെ സങ്കടവും വിഷമവും വേദനയും കടബാധ്യതയും രോഗാവസ്ഥയും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഈശോയുടെ വചനം വന്നു നിറയുമ്പോൾ, ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി വന്നു നിറയുമ്പോൾ ആ അവസ്ഥ മാറിപ്പോകും. തീർച്ചയായിട്ടും രോഗങ്ങൾ മാറിപ്പോയി ആരോഗ്യമുള്ള വ്യക്തികളായിത്തീരും കുടുംബാംഗങ്ങളെല്ലാവരും. കടബാധ്യതകൾ ഇല്ലാതായിട്ട് സമ്പൽ സമൃദ്ധിയാൽ കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കും. നിരാശപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് പ്രത്യാശയുള്ള വ്യക്തികളായിത്തീരും കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വചനം പറയുന്നത്, പിന്നെ അവർ സദാസമയവും സന്തോഷിച്ച് ഉല്ലസിക്കുമെന്ന്. മൂന്നാമതായി കർത്താവ് നമ്മളോട് പറഞ്ഞു തരുന്ന വചനം ഇതാണ്, ഇങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന്. അത് ഈശോ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ വ്യക്തിപരമായി ഇടപെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായത്തിൽ ഇപ്രകാരം കൃത്യമായിട്ട് 4-ാം വചനത്തിൻ്റെ 2-ാം ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. ഏതെങ്കിലും മനുഷ്യരുടെ കുറച്ച് പ്രതിഫലമല്ല, ദൈവത്തിൻ്റെ പ്രതിഫലവുമായി അവിടുന്ന് വന്ന് നമ്മളെ രക്ഷിക്കും. ഇങ്ങനെ രക്ഷ പ്രാപിക്കാനാണ് കർത്താവ് യേശു മിശിഹ നമ്മളെ ഓരോരുത്തരെയും ഇന്ന് ഈ ആരാധനാ സമയങ്ങളിലേക്കും വചന ശുശ്രൂഷയിലേക്കും സവിശേഷമായ വിധത്തിൽ പേര് ചൊല്ലി വിളിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നത്.
വചനം ശ്രവിച്ച് രക്ഷ പ്രാപിക്കാൻ, കർത്താവിനെ ആരാധിച്ച് രക്ഷ പ്രാപിക്കാൻ. അങ്ങനെ ആകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ കാണുന്നവർ നമ്മളോട് പറയും, നമ്മളെക്കുറിച്ച് പറയും, ഓ ഇത്രയും കാലം എന്തോരം നിരാശപ്പെട്ട ജീവിതമായിരുന്നു ആ മനുഷ്യൻ നയിച്ചിരുന്നത്, ഇത്രയും കാലം എന്തുമാത്രം വിഷമമുള്ള ജീവിതമായിരുന്നു, ഇന്ന് അങ്ങനെയൊന്നുമല്ലല്ലോ, വലിയ സന്തോഷവും വലിയ സമാധാനവും വലിയ ആനന്ദവും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ എന്ന് നമ്മളെ നോക്കിക്കൊണ്ട് മറ്റുള്ളവർ പറയും. അത് പറയാൻ ഇടയാകുന്നത് എപ്പോഴാണ്? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായത്തിലെ 6-ാം വചനം ഇങ്ങനെ നമ്മളോട് പറയുന്നത്, വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. ഓർക്കണം, നദികൾ ഒഴുകുന്നത് എവിടെയാ? ഏത് വഴിക്കാ? മരുഭൂമിയിലൂടെ. ഇത്രയും കാലം കർത്താവ് ജീവിതത്തിൽ ഇടപെടുന്നത് വരെയും നമ്മുടെ ഹൃദയങ്ങൾ മരുഭൂമി പോലെ ഊഷരമായിരുന്നു, വരണ്ടിക്കിടന്നതായിരുന്നു. ഇപ്പോഴിതാ ആ മരുഭൂമി പോലെയുള്ള സ്ഥലത്തൂടെയാണ് ഉറവകൾ ഒഴുകുന്നത്, സമൃദ്ധമായി ജലമൊഴുകുന്നത്. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സമ്പത്തിൻ്റെ അരുവികൾ ഒഴുകാൻ ഇടയാകുന്നത് കർത്താവ് ഇടപെടുമ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് മുട്ടുകൾ കുത്തി നിൽക്കാം. പ്രിയപ്പെട്ടവരെ, മുട്ടുകൾ കുത്തി നിന്ന് ഒന്ന് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും എനിക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ, ഈ ദേശത്ത്, ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ, ജീവിതങ്ങൾ ഇതുപോലെ മരുഭൂമി പോലെ വരണ്ട് കിടക്കുന്ന അവസ്ഥയിലുള്ളതായിരിക്കും. ഇന്ന് വിശ്വസിച്ചു കൊള്ളുക, കർത്താവ് നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തും. മരുഭൂമി പോലെ വരണ്ട ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് കർത്താവ് സമ്പത്തിൻ്റെ, സമാധാനത്തിൻ്റെ വലിയ നദികൾ ഒഴുക്കും. രണ്ട് കരങ്ങളും തുറന്നു പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. അത്യധിക ആഗ്രഹത്തോടെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അല്പം കൂടി സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇനിയും സ്വരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു നിറയാൻ, മരുഭൂമികളൊക്കെ മരുപ്പച്ചകളായി തീരാൻ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. വിളിച്ച് സ്തുതിച്ചപേക്ഷിക്കുക. മക്കളെ, ഇരു കരങ്ങളും ഉയർത്തി വിളിച്ചുണരട്ടെ. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ. എല്ലാവരും ചേർന്ന് വരണ്ടോരു ജീവിതമൊക്കെയും കർത്താവേ കാഴ്ചയായി അർപ്പിക്കുന്നു. രണ്ട് കൈകളും ഉയർത്തി ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിക്കാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പുക. കർത്താവേ, അങ്ങ് ഇപ്രകാരം അരുളി ചെയ്തല്ലോ, ഭയപ്പെടേണ്ട, നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഞാനുണ്ടായിരിക്കുമെന്ന്. എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ ആരാധനാ സമയത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ടും നിരാശയിൽപ്പെട്ട് ജീവിക്കുന്ന സകലരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് ആരോഗ്യമില്ല, മറ്റുള്ളവരെ പോലെ കഴിവില്ല, സംസാരിക്കാനായിട്ട് ശക്തിയില്ല, സംസാര പാഠവുമില്ല, ഞാൻ സ്മാർട്ടല്ല, ഞാൻ എല്ലാവരെയും പുറകിലാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കർത്താവെ, നിരാശയുടെ പടുകുഴിയിൽ ജീവിക്കുന്ന എന്തുമാത്രം ആളുകളാണുള്ളത്. അവരുടെയൊക്കെ ജീവിതങ്ങൾ മരുഭൂമി പോലെ ഊഷരമാണ് കർത്താവെ. അവരുടെയൊക്കെ ജീവിതങ്ങൾ വരണ്ട നിലം പോലെയാണ്, വിജനമായ ദേശം പോലെയാണ്.
ഇന്ന് അങ്ങ് വചനത്തിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ, മരുഭൂമിയിലൂടെ ഞാൻ നീരുറവകൾ ഒഴുക്കുമെന്ന്. ഈശോയെ, അങ്ങനെ വ്യക്തിപരമായി ചിന്തിച്ച് നിരാശപ്പെട്ട് ജീവിക്കുന്ന സകല വ്യക്തികളെയും ഇതാ കർത്താവെ ഒരു കാഴ്ച പോലെ സമർപ്പിച്ച് അവർക്ക് വേണ്ടി ഞങ്ങൾ കർത്താവെ അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങളും നമുക്ക് ഉയർത്താം മക്കളെ, ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. മോശയോട് ദൈവമായ കർത്താവ് പറഞ്ഞില്ലേ, നിനക്ക് വിക്ക് കുഴപ്പമില്ല, അത് സാരമില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. നിരാശപ്പെട്ട് ജീവിക്കുന്ന എല്ലാ മക്കൾക്കും പ്രതീക്ഷ കൊടുത്ത് പ്രത്യാശ കൊടുത്ത് വറ്റി വരണ്ട ജീവിതങ്ങളിലേക്ക് കർത്താവെ അങ്ങ് നീരുറവയായി ഒഴുകി വരണമേ. ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷയിലേക്ക് നയിക്കണമേ, രക്ഷയിലേക്ക് നയിക്കണമേ. കരമുയർത്തി വിളിക്കാം മക്കളെ, കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ, പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ കർത്താവിനെ വിളിച്ചുണരട്ടെ. യേശുവേ, കർത്താവേ കാഴ്ചയായി അർപ്പിക്കുന്നു. എല്ലാവരും വറ്റി വരണ്ടോരു ജീവിതമൊക്കെയും കർത്താവേ കാഴ്ചയായി അർപ്പിക്കുന്നു. ഒന്ന് ചേർന്ന് ആരാധിക്കാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പാൻ നമുക്ക്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ലേ മക്കളെ, മരുഭൂമിയിലൂടെ നടക്കുകയായിരുന്ന ഹാഗാറും കുഞ്ഞും ഒരിറ്റു വെള്ളം പോലും കിട്ടാതെ ദാഹിച്ച് തൊണ്ട വരണ്ട് കുഞ്ഞിൻ്റെ നിലവിളി കേട്ടിട്ട് അത് സഹിക്കാൻ പറ്റാതെ അകലെ മാറി നിന്ന് മുഖം പൊത്തി കരയുന്ന ഹാഗാർ എന്ന അമ്മ. ആ അമ്മയുടെ സങ്കടവും ആ അമ്മയുടെ കരച്ചിലും കുഞ്ഞിന് വെള്ളം കിട്ടാതെയുള്ള നിലവിളിയും ദൈവത്തിൻ്റെ കാതുകളിലും ചങ്കിലും ചെന്നെത്തി. ഈശോയെ, അവിടെ സമൃദ്ധമായ ജലം നൽകി ആ അമ്മയെയും കുഞ്ഞിനെയും അങ്ങ് രക്ഷിച്ചുവല്ലോ. ഇന്ന് അനേകം കുടുംബങ്ങൾ, എൻ്റെ പൊന്നു തമ്പുരാനെ, നിരാശപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളുണ്ട്. സാമ്പത്തികമായി തകർന്നടിഞ്ഞ് മരുഭൂമി പോലെയുള്ള കുടുംബങ്ങൾ, ഒരു വളർച്ചയുമില്ലാതെ ഒരു ഉയർച്ചയുമില്ലാതെ എന്തുമാത്രം അധ്വാനിച്ചിട്ടും പകലന്ത്യോളം അധ്വാനിച്ചിട്ടും ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ദുരിത കയത്തിൽ കഴിയുന്ന ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട് എൻ്റെ പൊന്നു തമ്പുരാനെ. ഹാഗാറിനെ പോലെ അവരൊക്കെ നിലവിളിക്കുകയാണ്. ഹാഗാറിൻ്റെ കുഞ്ഞിനെ പോലെ അവരൊക്കെ തൊണ്ട പൊട്ടി കരയുകയാണ്. മരുഭൂമി അനുഭവത്തിലൂടെയാണ് പൊന്നു തമ്പുരാനെ അവരൊക്കെ കടന്നു പോകുന്നത്. ഈ ആരാധനാ സമയത്ത് അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളെയും, വളർച്ചയില്ലാതെ സാമ്പത്തികമായി തകർന്ന കുടുംബങ്ങൾ, ജോലിയില്ലാത്ത കുടുംബങ്ങൾ, എല്ലാ തരത്തിലും വിജനമായി ഊഷരമായി കഴിയുന്ന സകല വ്യക്തികളെയും ജീവിതങ്ങളെയും കുടുംബങ്ങളെയും സമർപ്പിക്കുന്ന കർത്താവേ, ഹാഗാറിന് സമൃദ്ധമായ ജലം നൽകി രക്ഷിച്ചതുപോലെ ഈ നിലവിളി കേട്ട്, ഈ പ്രാർത്ഥന കേട്ട് വറ്റി വരണ്ട ജീവിതങ്ങളിലേക്ക് കർത്താവേ അങ്ങ് ദാഹജലവുമായി രക്ഷയുമായി വരണമേ. ഇരു കരങ്ങളും നമുക്ക് ഉയർത്താം മക്കളെ, ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇന്ന് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇന്ന് കർത്താവ് അത്ഭുതകരമായ വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുക തന്നെ ചെയ്യും. ദിവ്യകാരുണ്യനാഥനിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഉറക്കെ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കണം. സർവശക്തിയോടെ വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ. കൈകൾ കൂപ്പി കർത്താവേ കാഴ്ചയായി അർപ്പിക്കുന്നു. എല്ലാവരും വറ്റി വരണ്ടോരു ജീവിതമൊക്കെയും കർത്താവേ കാഴ്ചയായി അർപ്പിക്കുന്നു.
ഇരു കരങ്ങളും ഉയർത്തി ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന ആഗ്രഹിച്ച് ആരാധിക്കാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പുക. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിൽ പത്രോസ് തൻ്റെ കൂട്ടത്തിലുള്ള മറ്റ് സുഹൃത്തുക്കളായ ശിഷ്യരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഉടനെ കൂട്ടത്തുള്ളവർ പറഞ്ഞു, ഞങ്ങളും നിന്റെ കൂടെ വരുന്നു. ഈശോയെ, അങ്ങ് ഉയർത്തതിന് ശേഷം അങ്ങയെ കാണാത്തതിലും എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോയി എന്ന് ചിന്തിച്ചുകൊണ്ടും പത്രോസ് തൻ്റെ നിരാശ പിടിച്ച ജീവിതത്തിൽ നിന്നും പറഞ്ഞ ഒരു വാക്കാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. സ്വപ്നങ്ങളൊക്കെ തകർന്നടിഞ്ഞവൻ്റെ വാക്ക്, എല്ലാ പ്രതീക്ഷയും ഇല്ലാതായവൻ്റെ വാക്ക്, എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും നശിച്ചവൻ്റെ വാക്ക്. എൻ്റെ പൊന്നു തമ്പുരാനെ, ഇതുപോലെ എന്തുമാത്രം ആളുകളാണ് ഈ കാലഘട്ടത്തിൽ ഈ പത്രോസിനെ പോലെ നിരാശപ്പെട്ട് പറയുന്നത്, പ്രതീക്ഷ നശിച്ചിട്ട് പറയുന്നത്, പ്രത്യാശയില്ലാതെ നശിച്ച് എല്ലാം നശിച്ചിട്ട് പറയുന്നത്, ഞങ്ങളിതാ പഴയ തൊഴിലിലേക്ക് പോവുകയാണ്, ഇനി രക്ഷയില്ല, ജീവിതം മരുഭൂമി പോലെയായി, പച്ചപ്പിൻ്റെ വളർച്ചയുടെ ഒരു അംശം പോലും കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയുടെ പടുകുഴിയിൽ ജീവിക്കുന്ന നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് കർത്താവേ. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇന്ന് വചനത്തിലൂടെ 35 അധ്യായം 6 വചനത്തിലൂടെ ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തന്നില്ലേ, ഞാൻ മരുഭൂമിയിലൂടെ നീരുറവകൾ ഒഴുക്കുമെന്ന്. ഇങ്ങനെ നിരാശപ്പെട്ട് ജീവിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും കർത്താവേ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും നീരുറവകൾ അങ്ങ് ഈ ആരാധന സമയത്ത് വർഷിക്കണമേ, ഒഴുക്കണമേ. അവരെയൊക്കെ പ്രതീക്ഷയിലേക്ക് കൈപിടിച്ച് ഉയർത്തണ കർത്താവേ. അതുകൊണ്ടല്ലേ അങ്ങ് കർത്താവേ, അങ്ങ് പത്രോസിൻ്റെ ഒക്കെ അടുത്ത് എന്നിട്ട് ചോദിച്ചത്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കർത്താവെ അങ്ങ് പറഞ്ഞില്ലേ, വന്ന് പ്രാതൽ കഴിക്കുക എന്ന്. വലിയ പ്രഭാതത്തിലേക്ക്, പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒക്കെ പ്രതീക്ഷയിലേക്കാണല്ലോ കർത്താവെ അങ്ങ് അവരെ വിളിച്ചതും നയിച്ചതും. ഇതുപോലെ എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ ആരാധന സമയത്ത് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷയില്ലാത്തവരിലേക്ക്, മരുഭൂമി പോലെയുള്ള ജീവിതം നയിക്കുന്നവരിലേക്ക് അങ്ങ് വരണമേ. ഇരു കരങ്ങളും നമുക്ക് ഉയർത്താം മക്കളെ, ഇരു കരങ്ങളും ഉയർത്തി വിളിച്ചു പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിളിച്ചു പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ രക്ഷിക്കും. കർത്താവ് നമ്മുടെ മരുഭൂമി പോലെയുള്ള ജീവിതങ്ങളെ മരുപ്പച്ചകളാക്കി തീർക്കും. നിരാശപ്പെട്ട ജീവിതങ്ങളെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കും. എല്ലാ സങ്കടങ്ങളെയും സന്തോഷം കൊണ്ട് നിറയ്ക്കും. അവിടെ ജീവിതകാലം മുഴുവൻ സന്തോഷവും സമാധാനവും നൽകും. കരമുയർത്തി വിളിച്ചു പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിളിച്ച് ആരാധിക്കട്ടെ. യേശുവേ, വറ്റി വരണ്ടോരു ജീവിതമൊക്കെയും കർത്താവേ കാഴ്ചയായി അർപ്പിക്കുന്നു. എല്ലാവരും ചേർന്ന് വറ്റി വരണ്ടോരു ജീവിതമൊക്കെയും കർത്താവേ കാഴ്ചയായി അർപ്പിക്കുന്നു. വിളിച്ചാരാധിക്കാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ചോ. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ഇരു കരങ്ങൾ
കരങ്ങളും തുറന്നു പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റു സ്വീകരിക്കാം. ഇതാ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് വരുന്നു. മരുഭൂമികളൊക്കെ കർത്താവ് മാറ്റിക്കളയും. എല്ലാ വിജനതയും ഏകാന്തതയും ഈശോ എടുത്തുകളയും. കർത്താവ് ഈശോമിശിഹ നമ്മളെ സന്തോഷം കൊണ്ട് നിറയ്ക്കും, സമാധാനം കൊണ്ട് നിറയ്ക്കും, സമ്പത്ത് കൊണ്ട് നിറയ്ക്കും, അനുഗ്രഹിക്കും. വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ പ്രതീക്ഷകൾ, പുതിയ പ്രതീക്ഷകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ കർത്താവേ. ഞങ്ങളുടെ നിരാശകളിൽ കർത്താവേ നിന്റെ വലിയ അഭിഷേകം ചോരണമേ കർത്താവേ. പുതിയ പ്രതീക്ഷകൾ നൽകി ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഞങ്ങൾ രോഗങ്ങളിലേക്ക് കടന്നു വരണമേ, ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് കടന്നു വരണമേ, ഞങ്ങൾ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ 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 ആരാധന കർത്താവേ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നിമിഷം ഞങ്ങളിൽ എല്ലാ ഭവനങ്ങളിലേക്ക് കടന്നു വരട്ടെ. യേശുവേ ആരാധന 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 കർത്താവ്. എല്ലാ യുവജനങ്ങളിലേക്ക് കർത്താവിന്റെ പുതിയ പ്രതീക്ഷകൾ നൽകണമേ കർത്താവേ. നീയാണ് സങ്കേതം, നീയാണ് രക്ഷകൻ എന്ന് മനസ്സിലാക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.